ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നമ്മളിപ്പം നമ്മളെ വണ്ടി യമഹയുടെ ഏതെങ്കിലും വണ്ടികൾ, സ്കൂട്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബൈക്ക് ആയിക്കോട്ടെ, അപ്പം നമ്മളിപ്പം നമ്മളെ വണ്ടിക്ക് എന്തെങ്കിലും ഒരു പാർട്സ് മാറാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്കുണ്ട് വണ്ടിക്ക്, അപ്പം നമ്മളത് ചെയ്യാൻ ഷോറൂമിൽ കൊടുക്കുമ്പം എന്താവും അവരുടെ ഒരു ലേബർ ചാർജ്, പാർട്സിന്റെ അല്ല, എന്താവും അതിൻ്റെ ഒരു പണിക്കൂലിന്ന് നമുക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പം നമ്മൾ ചിലപ്പം ഷോറൂമിൽ എന്തെങ്കിലും കൊടുത്തു കഴിയുമ്പം അവര് ലേബർ മാറിക്കഴിഞ്ഞതിന്റെ ബില്ല് തന്നു കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇത്രയും ലേബർ ചാർജ് ആവുമോ, അതോ ഇത് നമ്മളെ നിന്ന് കൂടുതൽ വാങ്ങിയതാണോ, ഒരു തട്ടിപ്പാണോ എന്നൊക്കെ നമ്മൾ ആലോചിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വണ്ടി നമ്മൾ ഷോറൂമിൽ കൊടുക്കാൻ വേണ്ടി പോവാണ്, എന്തെങ്കിലുമൊക്കെ ഒരു പറ്റിയിട്ട് എന്തെങ്കിലും റീപ്ലേസ്മെന്റിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ട് മാറാൻ വേണ്ടി നമ്മൾ ഷോറൂമിലേക്ക് കൊടുക്കാൻ പോകുമ്പം നമ്മൾ ആലോചിക്കും, ഇതിന്റെ ഏകദേശം ഒരു മാറുന്നതിന്റെ പണിക്കൂലി എത്രയാവുന്ന അറിയുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു, ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാമായിരുന്നൊക്കെ. അപ്പം നമുക്ക് യമഹയുടെ വണ്ടികൾക്ക്, യമഹയുടെ സ്കൂട്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബൈക്ക് ആയിക്കോട്ടെ, അതിന്റെ ഈ മാറുന്ന ലേബർ ചാർജ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇതിനായിട്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്, ഇങ്ങനെ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തു കഴിഞ്ഞിട്ട് അതിനകത്ത് യമഹ ലേബർ ചാർജ് എന്ന് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് സെർച്ച് ചെയ്ത് കഴിയുമ്പോഴേ ഫസ്റ്റ് കയറി വരുന്നത് സർവീസ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ആയിരിക്കും. അപ്പം അതിൽ നമ്മൾ കയറുക. അത് നമ്മൾ കയറി കഴിഞ്ഞ് കഴിയുമ്പം ഇങ്ങനെ ഒരു ഇത് വരും. അപ്പം കുറച്ച് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ മോഡൽ സെലക്ട് ചെയ്യാൻ, ഇപ്പം നമ്മളെ ബൈക്ക് ആണെങ്കിൽ മോട്ടോർ സൈക്കിൾ എന്ന് കൊടുക്കുക, സ്കൂട്ടർ ആണെങ്കിൽ സ്കൂട്ടർ കൊടുക്കുക. ഞാനിപ്പം ഇവിടെ മോട്ടോർ സൈക്കിൾ കൊടുത്തു. അതായത് നമ്മളെ പ്രോഡക്റ്റ്, നമ്മളെ ബൈക്ക് ഏത് ടൈപ്പ് ബൈക്കാണ്, ഞാനിപ്പം ഇപ്പം എഫിസർ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു MD കൊടുക്കാം. ഇപ്പം MD വേർഷൻ 2 കൊടുത്തു. നമ്മളെ സിറ്റി, നമ്മൾ ഏത് ലൊക്കേഷനുള്ളതാണെന്ന് നമ്മൾ കൊടുക്കുക. നമ്മളിപ്പോൾ കൊച്ചി കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പം നമുക്കിത് സെക്ഷന്, ഡിസ്ക്രിപ്ഷന്, ചാർജസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാം. അതിൻ്റെ സെക്ഷനകത്ത് സർവീസിന്റെ ലേബർ കോസ്റ്റ് വരുന്നതാണ് ഈ കാണിച്ചേക്കുന്നത്. പെയ്ഡ് സർവീസ് ഇൻക്ലൂഡ് ജോബ്സ് 500, ഫ്യൂൽ ഇഞ്ചക്ഷൻ, ഹെൽത്ത് ചെക്ക് ഫ്രീ ആണ്. അത് നമ്മൾ വണ്ടി എടുത്തുള്ള ഫസ്റ്റ് സർവീസിന്റെ തോന്നുന്നു ആ ഒരു ഇത്. പിന്നെ പീരിയോഡിക് മെയിൻ്റെനൻസിന്റെ ഓരോ ഓരോ കിലോമീറ്റർ കഴിയുമ്പോൾ തോറുള്ള സർവീസിന്റെ പോസ്റ്റുകളായിരിക്കും ഈ കാണിച്ചേക്കുന്നത്. എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ റീപ്ലേസ്മെന്റ് 155, എയർ ഫിൽറ്റർ ക്ലീനിങ് 270. നമ്മളിങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം ഈ പാർട്ട് കാണിച്ചേക്കുന്ന പീരിയോഡിക് മെയിൻ്റെനൻസ് ആണ്. അതിങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിയുമ്പോൾ എഞ്ചിന്റെ പാർട്ടിന്റെ എന്തെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ലേബർ കോസ്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ വാൽ ക്ലിയറൻസ് അഡ്ജസ്റ്റ്മെന്റ് 390. ഇങ്ങനെ താഴോട്ട് നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അതിന്റെ കോസ്റ്റ് നമ്മൾ ഇങ്ങനെ തപ്പി നോക്കുക. നമ്മളെ ഇപ്പം സിലിണ്ടർ ഹെഡ് ഓവർഹോളിംഗ് ആണെങ്കിൽ 1165, പിസ്റ്റൺ കിറ്റ് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ 1165, ക്രാങ്ക് ഷാഫ്റ്റ് മാറാനാണെങ്കിൽ 3110. ഇതെല്ലാം ലേബർ കോസ്റ്റ് മാത്രമാണ്. ഇതിന്റെ പാർട്സിന് ഏകദേശം ഈ ഒരു റേറ്റിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഇപ്പം ക്രാങ്ക് ഷാഫ്റ്റ് ഒരെണ്ണം പുതിയത് വാങ്ങണമെങ്കിൽ 3010 ലേബർ കോസ്റ്റ് എങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിന് എങ്ങനെ പോയാലും ഒരു 5000 രൂപയുടെ മണ്ടേ പോകും പുതിയത് വാങ്ങണമെങ്കിൽ. അപ്പൊ നമ്മളിങ്ങനെ താഴോട്ട് നമുക്ക് ഏതാണോ വേണ്ടത് അത് കിട്ടാൻ വേണ്ടി താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുക. ഇനിയിപ്പോൾ ഇലക്ട്രിക്കൽ പാർട്സ് ആണെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ കാണാം, ഫ്രണ്ട് ഇൻഡിക്കേറ്റർ ബൾബ് റീപ്ലേസ്മെന്റ് 50 രൂപ, റിയർ ഇൻഡിക്കേറ്റർ ബൾബ് റീപ്ലേസ്മെന്റ് 50 രൂപ, പിന്നെ ടെയിൽ ലൈറ്റ് ബൾബ് റീപ്ലേസ്മെന്റ് 50 രൂപ, നമുക്ക് ഫോൺ റീപ്ലേസ്മെന്റ് 195 രൂപ. അങ്ങനെ നമുക്ക് വേണ്ടത് ഏതാണോ അത് നമ്മൾ തപ്പി എടുക്കുക. എന്നിട്ട് അതിന്റെ ഒരു ഏകദേശം ഈ ഒരു സൈഡിൽ അതിന്റെ ലേബർ കോസ്റ്റ് കാണിക്കുന്നതാണ്. ഇത് യമഹയുടെ മാത്രം ആണ് ഇപ്പം കണ്ടിട്ടുള്ളത്. വേറൊരു വണ്ടിക്ക് ഇങ്ങനെ ഒരു സൈറ്റ് കൊടുത്തിട്ടില്ല. ഇത് യമഹ തന്നെ കൊടുത്തേക്കുന്ന അവരുടെ തന്നെ സൈറ്റാണ്. അപ്പം വേറൊരു ബ്രാൻഡിന്റെ വണ്ടിക്കും, ബജാജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ മറ്റേത് TVS, അങ്ങനെ വേറൊരു ബ്രാൻഡിനും ഇങ്ങനെ അവർ കൊടുത്തിട്ടില്ല. യമഹയ്ക്ക് മാത്രമാണ് ഇത് കൊടുത്തേക്കുന്നത് ഇപ്പം നിലവിലുള്ളത്. യമഹയുടെ സ്കൂട്ടറിനും ഉണ്ട്, ബൈക്കിനും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിപ്പം ബാറ്ററി ബോക്സ് കംപ്ലീറ്റ് റീപ്ലേസ്മെന്റ് 180, അങ്ങനെ ഓരോന്നും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇതിപ്പം ഫ്രെയിം, മറ്റേ ഹാൻഡിൽ ബാർ റീപ്ലേസ്മെന്റ് 240, ഡിസ്ക് ബ്രേക്ക് ഓവർഹോളിംഗ് റീപ്ലേസ്മെന്റ് 490. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ലേബർ ചാർജ്. അപ്പം ഈ ഒരു എമൗണ്ട് തന്നെയാണ് അവര് നമുക്ക് ബില്ലിൽ തരുന്നത്. നമുക്ക് ഇത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റേ 4 കോയിൽ മാറുന്നതിന്റെ റേറ്റ് അതെല്ലാം ഇവർ തന്നിട്ടുണ്ട്. ബ്രേക്ക് പാഡ്, ബ്രേക്ക് ഷൂവ്, നമ്മളിങ്ങനെ ഏകദേശം ഒരു 199ഓളം ഐറ്റം ഉണ്ട്. അപ്പം അത്രയും സാധനത്തിന്റെ അത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ആണ് ഈ എമൗണ്ട് തന്നേക്കുന്നത്.
പിന്നെ ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഡിഫറൻസ് വരുമായിരിക്കും ഓരോ ഷോറൂം അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ പ്ലേസ് അനുസരിച്ച്. ഇപ്പം ഇനിയിപ്പോൾ നമ്മളൊരു മോട്ടോർ സൈക്കിൾ മാറ്റി സ്കൂട്ടറിൻ്റെ നോക്കുന്നെങ്കിൽ നമ്മളിവിടെ ഈ മോഡലിൻ്റെ അവിടെ സ്കൂട്ടർ എന്ന് കൊടുക്കുക. പ്രോഡക്റ്റിൻ്റെ അവിടെ നമ്മൾ ഏതാണോ വണ്ടി, ഇപ്പം റേ ആണെങ്കിൽ റേ കൊടുക്കുക. സിറ്റി ഏതാണോ സിറ്റി കൊടുക്കുക. ട്രിവാൻഡ്രം ആണെങ്കിൽ ട്രിവാൻഡ്രം, കാലിക്കറ്റ് ആണെങ്കിൽ കാലിക്കറ്റ്, കൊച്ചി ആണെങ്കിൽ കൊച്ചി. അത് കൊടുത്തു കഴിയുമ്പം അതുപോലെ തന്നെ നമ്മൾ ബൈക്കിൻ്റെ കണ്ട പോലെ തന്നെ സർവീസ്, പീരിയോഡിക് മെയിൻ്റെനൻസ്, എഞ്ചിന്, അങ്ങനെ ഇലക്ട്രിക്കൽ പാർട്സിൻ്റെ ഇവിടെ ഏതാണോ ഇത് അതിൻ്റെ ഇപ്പുറത്ത് അതിൻ്റെ എമൗണ്ടും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താവും ലേബർ കോസ്റ്റ് ഇത് തന്നെ ആയിരിക്കുമോ എന്നൊക്കെ ഉള്ളത്. നമുക്കൊന്ന് കണക്ക് കൂട്ടിയിട്ട് പോകാം. ഷോറൂമിൽ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാവും. അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ചെറിയ ചെറിയ എന്തെങ്കിലും മറ്റേ ബ്രേക്ക് പാഡോ അതിൻ്റെ കേബിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറാനാണെങ്കിൽ ഷോറൂമിനേക്കാളും ചിലപ്പം റേറ്റ് കുറച്ച് പുറത്ത് ചെയ്തു തരുമായിരിക്കും. പക്ഷെ ഷോറൂമിൽ ചെയ്യിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് പുതിയ വണ്ടിയൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമുക്ക് ഏകദേശം റേറ്റ് അറിഞ്ഞിട്ട് പോകാം. ഭയങ്കര ഉള്ള റേറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പുറത്ത് ലോക്കലായിട്ടും ചെയ്യിക്കാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ വീഡിയോസുകളൊക്കെ ഇനി കിട്ടുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളായിരിക്കും ഈ ചാനലിനകത്ത് മെയിനായിട്ടും വരുന്നത്. അപ്പം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പുതിയ വീഡിയോകൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും.